ഞാൻ എൻ്റെ B.Ed സുഹൃത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവനിവിടെ ഒരുപാട് ഫലവൃക്ഷ തൈകൾ നടുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാടായി ഇവൻ എന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. ഇവിടെ ഒന്ന് വരണം, ഒന്ന് കാണണം എന്നൊക്കെ രീതിയിൽ വിളിക്കുന്നു. അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്, അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 100-200ഓളം ഫലവൃക്ഷ തൈകളുണ്ട്. നിങ്ങൾക്കത് ഓരോന്നും ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇതെന്താ ശരിയല്ല ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിൾ ഇതിപ്പോൾ നിങ്ങൾ കാണില്ല, ഇതൊരു വെറൈറ്റി. ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ വരെ പുളിയുള്ള എന്ത് കഴിച്ചാലും മധുരമായിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ സാധാ കാണുന്ന രൂപത്തിലുള്ള സപ്പോട്ടയാണ് തോന്നുന്നത്. അല്ല, ഇത് സാധാ സപ്പോട്ട. ഇതൊരു ചെറിയ റമ്മിലാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 200ഓളം ഫ്രൂട്ട്സിൻ്റെ മേലെ ഇതിന് കഴിച്ച് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ചട്ടിയിലും നടാന്നുള്ളതാണ് ഈ സപ്പോർട്ടിൻ്റെ പ്രത്യേകത. ഏകദേശം ഒരു ബനാനയുടെ ഷേപ്പാണ് ഇത് വീഡിയോയിൽ കാണിച്ചത്. വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകളൊക്കെ ഇവിടെ നമ്മുടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെയ്ത് ഇത് നമ്മുടെ കേരളത്തിലെ നമ്പർ 1 ചാമ്പയായ തായ്ലാൻഡ് റെഡ് ഉമ്മർ ചാമ്പ. ഇത് ഞാൻ സ്വന്തമായിട്ട് ലെയർ ചെയ്ത, ഇത് സെയിൽസിനായിട്ട് സ്വന്തമായിട്ട് ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ്. പിന്നെ ഇതാണ് സീറ്റ് ലൂബി എന്ന് പറയും. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്. ഒന്ന് കഴിക്കാം. ഇതിലൂടെ ഏകദേശം ഇവിടെ അങ്ങനെ ഒരുപാട് പഴങ്ങളുണ്ട് കേട്ടോ. വെറൈറ്റി ഞാൻ കഴിച്ചു. ഇവിടെ പിന്നെ നമ്മൾ ബുഷ് ഓറഞ്ച് ടൈപ്പ് നമ്മൾ നാരങ്ങ. ഇതാണ് നമ്മുടെ വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ അവരുടെ ഒരു ലൈമായിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു ചെറിയ മരമാണ്, പക്ഷേ ഇതിന് ഏകദേശം ഒരു 300ഓളം ലെമൺ ഉണ്ടായിരിക്കും. ഇത് ഓൾ സീസണാണ്. ഇതിനെ പ്രത്യേകിച്ച് വെച്ചാൽ എപ്പോഴും നമുക്ക് നാരങ്ങ പറ്റുമ്പോൾ കാണാൻ പറ്റും. ഈ ലെമണിൻ്റെ വെള്ളപ്പം ഞാൻ കുടിച്ചാട്ടോ, അത് നല്ല എങ്ങനെയുണ്ട്? നല്ല ഉഷാറാണ്. ഉഷാറല്ലേ? ഇതാണ് നമ്മളെ വീട്ടിൽ ആര് വന്നാലും നമ്മൾ കൊടുക്കാം. ഞാൻ പറഞ്ഞിരുന്നു, ആര് വന്നാലും ലൈവായിട്ടുള്ള ലെമൺ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് ജബോട്ടി കാബ, അതായത് മരമുന്തിരി. ഇതിൻ്റെ കാഴ്ച പ്ലാന്റ്. ഇത് കാഴ്ച പ്ലാന്റ് തന്നെ. ഇത് ഏകദേശം നമ്മളിപ്പോൾ കഴിച്ചു. പിന്നെ ഇതും ജബോട്ടി കാബൻ്റെ മരമാണ്. പിന്നെ ഇതാണ് ബറാബ എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഇത് നിങ്ങളിപ്പോൾ ഒന്ന് തന്നില്ലേ ഒരു ഫ്രൂട്ട്, അവിടുന്ന് ഒരു മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്, അത് കഴിച്ചോ? അത് കഴിച്ചാൽ ഇതൊരു പുളിയുള്ള ടൈപ്പ് ഫ്രൂട്ട്. ഇതൊന്ന് കഴിച്ചു നോക്കി. ഇത് പുളിയും മധുരം കൂടി ഉള്ള ഫ്രൂട്ടാണ്. അപ്പോൾ ഇനി ആ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചുകൊണ്ട് 1 മണിക്കൂർ വരെ എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. ഈ പുളിങ്ങ എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. എന്താണ് ടേസ്റ്റ് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? മധുരം, നല്ല മധുരം. അതുപോലെ മറ്റൊരു ചാമ്പയാണ് നമ്മൾ ലെയർ ചെയ്ത. നമ്മൾ ചാമ്പകൾ വാങ്ങിക്കുന്ന സമയത്ത് ചാമ്പക്കകൾ ഉണ്ട്. ഇത് ഫുൾ പൾപ്പായിട്ടില്ല. ഇതാണ് കേരളത്തിലെ നമ്പർ 1 തായ്ലാൻഡ് റെഡ് ഉമ്മർ ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പയാണ്. ഒരാളുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മാസം കൊണ്ട്. പിന്നെ ഇത് 3ാമത്തെ ഒരു സീസണാണ്. ഇതിൻ്റെ തൈകളൊക്കെ ഏകദേശമൊക്കെ ബുക്കിംഗ് ആണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതലായിട്ട് ഇത് ലെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ വിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ വെച്ച ഫ്രൂട്ട് പ്ലാന്റുകൾ, അത് പരീക്ഷിച്ച് അത് വിജയിച്ച പ്ലാന്റ്സുകൾ മാത്രം അത് സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. സെയിൽസ് കൗണ്ടറായിട്ട് നമ്മളവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സെയിൽസിനായിട്ട്. ഇനിയും ധാരാളം ഫ്രൂട്ട്സുകൾ വരാനുണ്ട്. അപ്പോൾ സെയിൽസ് കൗണ്ടറായിട്ട് നമ്മൾ ഓരോന്നും ഇത് ചെറിയൊരു കവറിലാണ് കാഴ്ച വെക്കുന്നത്. ഇതാണ് തായ്ലാൻഡ് പിങ്ക് പേരാണ്. അതുപോലെ പേരക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഏകദേശം ഒരു 300ഓളം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഏകദേശം ഇവിടെ ഉണ്ട്. ഇത് മനസ്സിലായി എന്താണ്? ഇത് എന്തായിരിക്കും? ഇതൊരു പേരയിൽ ഏകദേശം ഇവിടെ ഒരു 10ഓളം വെറൈറ്റികളുണ്ട്. ഇപ്പൊ നോക്കി, ഒരു പേര ജസ്റ്റ് കണ്ടറിയാം. കണ്ടോ പേര? ഇത് സാധാരണ കാണുന്ന പേര, സ്ട്രോബെറി പേരാന്ന് പറയും. അതുപോലെ ഇതൊക്കെ അതിൻ്റെയൊക്കെ ഓരോരോ പ്ലാന്റ്സുകളാണ്. കവറിൽ നിന്നിട്ട് തന്നെ ചക്ക കായ്ച്ചത് കാണാം. പിന്നെ അതുപോലെ ഇത് ഒരു വെറൈറ്റി പഴമാണ്, സുറിനാൻ ചെറി എന്നുള്ളത്. പിന്നെ ഇതും ഒരു പേരയാണ്. വേറെ ടൈപ്പ്. ഇതൊക്കെ കായ്ക്കാൻ എത്ര സമയം എടുക്കും? ഇതൊക്കെ ഓൾറെഡി കായ്ച്ച പ്ലാന്റുകളാണ്. ഏകദേശം 2, അതായത് നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഇവിടുന്ന് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് അതിൻ്റെ ക്ലാസ് കാര്യങ്ങൾ കൊടുക്കും. ആ രീതിയിൽ പ്ലാന്റ് ചെയ്താൽ വളരെ നിർബന്ധമായിട്ടും അത് കായ്ച്ചിരിക്കും. ഇനി ഇതാണ് നമ്മുടെ ജബോട്ടി കാബ. ഇത് ഏകദേശം വലിയ കോസ്റ്റ്ലി ആണിത്. അതായത് മരമുന്തിരി എന്ന് പറയും, ബ്രസീലിൻ്റെ ഫ്രൂട്ടാണ്. ക്യാമറയിൽ കാണിച്ചാ ഇതാണ് മരമുന്തിരി. ഒന്നും കൂടി പഴുപ്പാവാനുണ്ട്. എന്നാലും മോള് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒന്ന് പറയട്ടെ. കഴിച്ചോക്കാം.
ഞാൻ ഒന്ന് കഴിക്കട്ടെ. മുന്തിരി എണ്ണ. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വർഷം 8 ടേസ്റ്റ് ഉണ്ടാ, അടിപൊളിയാ. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തിരി കോസ്റ്റ്ലിയാണ് ഈ പ്ലാന്റ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വർഷം നമുക്ക് ഓൾ സീസൺ എപ്പോഴും ഇതിമ്പോൾ മുന്തിരി ഉണ്ടാവും. ഒരു 8-9 തവണയൊക്കെ ആയിട്ട് നമുക്ക് മുന്തിരിയായിട്ട് നമുക്ക് വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് ഐറ്റം ചെറിയ ചട്ടിയിൽ തന്നെ അതിന് ഏകദേശം ഞങ്ങൾക്ക് കാണിച്ചതൊക്കെ ഇങ്ങനെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഇതാണ് നമ്മുടെ അബിയു നല്ല വെറൈറ്റി ഫ്രൂട്ടാണ്. ഇതൊക്കെ ഇവിടെ ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ റംബൂട്ടാൻ ഏകദേശം ഒരു വലിയ നമ്മുടെ മദർ പ്ലാന്റ് തന്നെ 8ഓളം മദർ പ്ലാന്റുകൾ നമ്മളിവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ജബോട്ടികാബിൻ്റെ ചെറിയ പ്ലാന്റ്സ്. നിങ്ങൾ നമ്മുടെ ജില്ലയിലെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളെ വീട്ടിൽ ലൊക്കേഷനിൽ വന്നിട്ട് ചെയ്തു തരും. തീർച്ചയായും നമ്മൾ ഇന്നിപ്പോൾ ചെമ്പിക്കൽ, കുറ്റിപ്പുറം ചെമ്പിക്കൽ ഏകദേശം ഒരു 20 സെൻറ്റ് സ്ഥലത്ത് നല്ലൊരു പ്ലാന്റേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആരും വേണമെങ്കിലും അവർക്ക് കാണാം. പ്ലാന്റ്സ് അവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു 10-20 പ്രൊജക്റ്റിലധികം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ. പിന്നെ നമ്മൾ ഈ പ്ലാന്റ്സുകളൊക്കെ എടുക്കുന്നത് ഒരിക്കലും നമ്മൾ സാധാരണ നഴ്സറിയിൽ പോയിട്ട് നമ്മൾ പ്ലാന്റ്സ് എടുക്കാറില്ല. കർഷകരെടുത്ത് ഡയറക്റ്റ് ആഫ്റ്റർ സർവീസ് ഉണ്ട്. അപ്പൊ നമുക്കിപ്പോൾ അതായത് അത് സർവീസ് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു വളത്തിന്റെ ഏകദേശം ഒരു 3 മാസം കൂടുമ്പോൾ ഇതിന്റെ വളപ്രയോഗം കൂടി നമ്മൾ ചെയ്യേണ്ടത്. പലതരം പ്ലാവുകളുണ്ട്. തായ്ലാന്റ്, പിന്നെ റെഡ് ജാക്ക്, അതുപോലെ വിയറ്റ്നാം സൂപ്പർ വെള്ളി, ഇങ്ങനെ അതുപോലെ ലോങ്, അതുപോലെ അമ്പാങ് എന്നിട്ട് ചെറിയ കവറിൽ വെക്കണം. ഇങ്ങനെ ധാരാളം വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട്. ഇതാണ് നമ്മുടെ മാംഗോസ്റ്റി എന്ന് പറയും. മാംഗോസ്റ്റി നല്ല ഫ്രൂട്ടാണ്. അതുപോലെ നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയും. ഇതൊക്കെ ഒരു വെറൈറ്റികൾ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് തുടർന്ന് വരും. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കൊടുക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.